വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ കോളേജിലെ ഒരു ആർട്സ് ഡേ വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ ദിവസമായി വിചാരിക്കുന്നു കോളേജിലെ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ആർട്സും കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതന്നെ 2 ദിവസത്തെ പരിപാടി വ്ളോഗായി ചെയ്യാന്ന്. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഇന്ന് ആർട്സ് ഡേ എന്ന്. എൻ്റെ ഷുഹൈബിന്റെ ഡാൻസ് ഉണ്ട്, അങ്ങനെ കുറേ ചില്ലറ പരിപാടി ഉണ്ട്, ജൂനിയേഴ്സിന്റെ ഹോസ്റ്റും അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എൻ്റെ ആർട്സ് ഡേ ഉണ്ടായിരുന്നതെന്ന്. ഫ്ലാഷ് ബാക്ക്. ഹേയ്, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എനിക്കൊന്ന് തീരെ വയ്യ. ഇതെൻ്റെ ഇൻട്രോ ആവുമെന്ന് എനിക്കൊരു ഉറപ്പില്ല, കാരണം ഐ ലുക്ക് സോ ഡെഡ്. എനിക്ക് തീരെ വയ്യ. എൻ്റെ കോളേജിൽ ഇന്ന് ആർട്സ് ഡേ ആണ്, ഇന്നും നാളെയും. ആൻഡ് ഞാനും എൻ്റെ ഫ്രണ്ടും ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളെല്ലാവരോടും പറഞ്ഞത് ഞങ്ങളെല്ലാം പ്രിപ്പയർഡായി പാട്ടിട്ടാൽ മതി ഡാൻസ് കളിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഈ ഡാൻസ് കളിച്ച് നോക്കിയത് കഴിഞ്ഞ ആഴ്ചപ്പോഴാണ്. പിന്നെ ഇന്നാണ് പരിപാടി. എനിക്കാണെങ്കിൽ ഈ ബെഡ് ഇപ്പം കണ്ടാൽ ഞാൻ വീഴും, അത്രയും എനിക്ക് വയ്യ. കുറച്ച് അലർജി ഇഷ്യൂസൊക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് നോക്കാം ആർട്സ് ഡേ എങ്ങനെ പോകുന്നു. സോ വേഗം പോയി റെഡി ആവുക. ബൈ. ഞാൻ കോളേജ് എത്താൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ എണീക്കാനും വൈകി, പിന്നെ ബസ്സും കിട്ടിയില്ല. പിന്നെ ബസ്സൊക്കെ കിട്ടി അവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് ആർട്സ് ഡേ ആണ്. എന്റെ ലാബ് പാർട്ട്ണർ, ഇതെന്റെ പാർട്ട്ണർ ഉമാകാന്തൻ. അതെ എന്റെ ഫസ്റ്റ് സെം തൊട്ടുള്ള ലാബ് പാർട്ട്ണറാണ്. എനിക്ക് വയ്യ ഗൈസ്. എന്റെ ഡാൻസ് ഉണ്ട്, ഫസ്റ്റോ സെക്കൻഡോ, അതിൽ കുറവൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവളാണ് മെയിൻ ആയിട്ട്. ഇവനാള് കൊള്ളാലോ, ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. മാപ്പിള പാട്ടുപാടിയാ അതെന്താ എന്റെ ഷുഹൈബിന്റെ ഡാൻസ് ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡോ? നമുക്ക് ഫസ്റ്റ് ആയിരിക്കും ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾ അത്രയും അടിപൊളി ഡാൻസ് കളിക്കാൻ അറിയണവരാണ്. ഞാനറിയും, എനിക്ക് അടിപൊളിയായിട്ട് അറിയും, ഷുഹൈബിന് അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് പിള്ളേർക്ക് ഇങ്ങനെ പേടിച്ചിട്ട് ഞങ്ങൾ ഡാൻസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഉച്ചയാകുമ്പോഴേക്കും എന്തെങ്കിലും പഠിക്കാന്ന്. ഉച്ചയ്ക്കാണ് ഡാൻസ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് കളിച്ചു നോക്കാൻ പോണത്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഹോസ്റ്റ് പരിപാടി ഇല്ല ഗൈസ്, ആർക്കും കളിക്കാൻ വയ്യ. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ആകെ 4-5 ആൾക്കാരാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആർക്കും ഒന്നിനും വയ്യ. എനിക്ക് തീരെ വയ്യ. ഇപ്പൊ ചാവും. ഡാൻസ് കളിക്കാൻ മുമ്പ് ചാവാണ്ടിരുന്ന പറ്റും. എനിക്ക് വയ്യ. നോക്ക്, എന്റെ മുഖം നോക്ക്, വയ്യാത്ത പോലെ ഉണ്ട്, ഡെഡായ പോലെ. ഇപ്പൊ ഫുൾ സെറ്റപ്പിൽ വന്നിട്ട് പോയി പ്രാക്ടീസ് ചെയ്യട്ടെ. നിനക്ക് എന്താ കിട്ടി സ്പോർട്സിന്? 100 meters സെക്കൻഡ് ഓടാറിയില്ല. കരയടാ, ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 400-ൽ തേർഡ്. ഉള്ളി കരഞ്ഞോണ്ട് പുറത്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് എങ്ങനെ നടക്കുന്നു? പിന്നെ റിലേയിൽ ഫസ്റ്റ്, പക്ഷെ ഡിസ്ക്വാളിഫൈ ആയി. മറ്റേ സ്റ്റിക്കില്ലേ, അത് ഫിനിഷിംഗ് പോയിന്റിന് അവിടെ നിന്ന് മുമ്പ് കയ്യിൽ നിന്ന് വീണു. വേറൊരു സെക്കൻഡ് നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? ഇവിടെയാണ് ഓഡിയൻസ് നോക്കി. ഞാൻ ഇപ്പുറത്തെ സൈഡില്ലേ അല്ലേ? അത് പ്ലേ ആണ്. ഇതെന്തിനടി പ്ലേ ചെയ്യട്ടെ? ഈ ടൈമിൽ ഈ ടൈപ്പ് ചെയ്യുന്നില്ല. എന്നാലും അവിടെ വന്നിട്ട് മുന്നിൽ മടക്കിക്കാൻ പറ്റില്ല, ശരിയാവില്ല. പോരാ, ഇപ്പോഴാണ് കളിക്കുന്നത്.
ഇവിടുന്ന് എങ്ങനെയാ വാസുവേട്ട ഒന്ന് രക്ഷപ്പെടുക? അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ തുറന്നാ വ്ളോഗ് കേട്ടോ. ഹായ് ഗായ്സ്, ഷിഫ റൈഡർ. എന്റെ മോകം ഇപ്പൊ പറ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് എന്റെ ചാനലാണ്. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോവാണ്. ഉത്തന കുറച്ചേ സംസാരിക്കാം. ഇവൻ ബദിരന് മൂങ്ങനുമാണ്. കൊച്ചൊക്കെ ഡാൻസ് കളിച്ചോളൂ. ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വീഴും തൊണ്ട. എവിടെ ബാലൻസ് വണ്ടി എടുക്കാറില്ല. ഓടി നിന്നെ കാട്ടില്ല. പൂങ്കവിളായി തുടങ്ങുന്ന പ്രൈമർ അങ്ങനെ എനിക്ക് ഓരോരുത്തരെ കാണിക്കാൻ വേണ്ടി. എന്നിട്ട് അവൻ പറയാ കണ്ടോ ഡയലോഗ്. അവനത് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവന്റെ പൊസിഷനിക്ക് അവിടെ നോക്കിട്ട് കണ്ടോ അവൻ എന്ത് അപ്പോഴേക്കും അമ്മണു ഞാൻ ലിയോത്തെ സീൻ കാണിച്ചു തരാം. അപ്പൊ ഏത് സീന നീ കാണിക്കണത്? അവന് തൃശ്ശൂർ കൂടി പറഞ്ഞു ഞാൻ ലിയോ അല്ല അല്ലാന്ന്. അപ്പൊ അവൻ തൃശ്ശൂർ നടുക്ക് വിളിയിരിക്കണത് ഇങ്ങനെ പിടിച്ചിട്ട് ഞാനെന്താ ഞാൻ പറയണേ ബിയോ എന്നിട്ട് നൈസില് വീണ്ടും ലിപ്റ്റോക്ക് ഉണ്ട് നിന്റെ അടുത്താ എപ്പോഴും അങ്ങനെ നിൽക്കുന്നത് സ്റ്റൈൽ. എനിക്കിത്തിരി സൗന്ദര്യം കൂടി പോയത് എന്റെ കുഴപ്പാ. ഗായ്സ്, ഇതെന്റെ സീനിയർ ആണ്. രൂപയുടെ ഡാൻസ് ഉണ്ട്. എനിക്കല്ലേ ഫസ്റ്റ്? ഞങ്ങൾക്കാണ് ഫസ്റ്റ്. ഇല്ലല്ല, എന്റെ ടീമിന്റെ ഫസ്റ്റ്. തിരുവാതിരക്കാരി. ഇതെന്റെ എതിരാളി. ഇതെന്റെ എതിരാളി രൂപുണ്ട്. ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് സെക്കൻഡ്. ആസ് എ ജൂനിയർ ഇവർക്ക് സെക്കൻഡ് കിട്ടുള്ളൂ, സീനിയർക്ക് ഫസ്റ്റ്. ടെൻഷൻ ഉണ്ടോ? കുറച്ച് ചെറുതായിട്ട് കണ്ണാടി വെക്കട്ടെ കാണണ്ട. അമ്മൻ ജാബിർ എന്താ മാച്ച്? അശ്വന് ഷൂ അടിക്കണില്ലേ ഗൈസ്? ആണ് ഒണിഞ്ഞിട്ട് നോക്ക, ഒണിഞ്ഞിട്ട് രണ്ടാളും.
ഞങ്ങൾക്ക് അറിയായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ്. ഞങ്ങൾക്ക് ഫസ്റ്റ് എനിക്കറിയായിരുന്നു ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നു. രൂപയ്ക്ക് എന്താ അതെന്താ വെച്ചാൽ ഇവർ കറക്റ്റ് ഡുവറ്റാണ്. ആസ് എ ബോയ് ആൻഡ് എ ഗേൾ. ഞങ്ങൾ 2 ഗേൾസ് കളിച്ചായിരുന്നു. പകർത്തുവന്ന് ഇവരുടെ ഡാൻസ് ഞാൻ ഇതിൽ കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് ആർട്സ് കഴിഞ്ഞു. എൻ്റെ ഷുഹൈബിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞാൽ മോശവും. കാരണം എനിക്കറിയായിരുന്നു എനിക്ക് ഇത്ര ഓവർ കോൺഫിഡൻസ് ഉള്ള ആളാണ് ഞാൻ. ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു സെക്കൻഡോ തേർഡോ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഫസ്റ്റ് തന്നെ കിട്ടി. താങ്ക് യു. പിന്നെ എൻ്റെ കൂടെ കളിച്ച് കുറേ പേര് അടിപൊളി കളിച്ചു. നവ്യയുടെ ടീം, രൂപയുടെ ടീമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസൊക്കെ കുറച്ച് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഇനി വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. നാളെ എൻ്റെ ഒരു സ്പോട്ട് കൊറിയോ ഉണ്ട്. സ്പോട്ട് കൊറിയോന് ഞാൻ എന്താ ചേരാൻ കാരണം എന്ന് വിചാരിച്ചാൽ അതാകുമ്പോൾ അപ്പം എന്ത് പാട്ട് ഇടണോ അതിന് കളിച്ചാൽ മതി. പക്ഷെ ഡുവറ്റ് അല്ലേ സ്പോട്ട് കൊറിയോ. പക്ഷെ സോളോ ഡാൻസ് ഒക്കെ വിചാരിച്ചാൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പോകണം. അതിനുള്ള മടി, ക്ഷമ അതൊക്കെ കൊണ്ട് ഞാൻ അതിനില്ല. സ്പോട്ട് കൊറിയോന് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷിഫയുടെ സോളോ ഉണ്ട്, സ്പോട്ട് ഉണ്ട്. എന്താ ചെയ്യുക, ഷിഫയ്ക്ക് ഫസ്റ്റ്, സ്പോട്ടിന് എനിക്ക് ഫസ്റ്റ്, അവൾക്ക് സെക്കൻഡ്. ബാക്കി അവൾ ഫസ്റ്റ് എടുത്തോട്ടെ, കാരണം ഞാൻ മത്സരിക്കുന്നില്ലല്ലോ. സോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് പുതിയ റിംഗ് ലൈറ്റ് കൊണ്ട് തന്നു. ഷൗട്ട് ഔട്ട് ടു സൈദാസ്. താങ്ക് യു, നന്ദി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് 2 ദിവസം കൂടി ഒരൊറ്റ വ്ളോഗായിരിക്കും. നാളത്തെ വീഡിയോസ് കൂടി ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ 2 ദിവസത്തെ ആർട്സ് ഡേ വ്ളോഗ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ വിചാരിച്ചിട്ട് എനിക്ക് സെക്കൻഡ് ഡേ ഒരു വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനിന്ന് ഫുൾ തിരക്കിലായിരുന്നു. ഒന്നാമത് ഞാൻ എണീക്കാൻ വൈകി. എണീച്ച് റെഡി ആയപ്പോൾ എൻ്റെ ബസ് പോയി, കോളേജ് ബസ് പോയിട്ട് എങ്ങനെയൊക്കെ ബസ് കയറി ഞാൻ എത്തിയപ്പോൾ അവിടെ നിന്ന് ബസ് കിട്ടുന്നില്ല. അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒരു ബസ് കിട്ടിയിട്ട് കോളേജ് എത്തി. എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കാൻ വന്ന് അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ അപ്പം പാട്ടിട്ടിട്ട് എന്തെങ്കിലും കളിക്കണോണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് എനിക്ക് ഫസ്റ്റൊക്കെ കിട്ടി. ഷിഫ കളിച്ചിട്ടുണ്ടായിരുന്നു. ഷിഫയുടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവളുടെ സോളോ എനിക്ക് ഭയങ്കര അവളുടെ സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വി ആർ ദാറ്റ് ഹൈപ്പ് ഫ്രണ്ട്സ്. ഞാൻ കളിക്കുമ്പോൾ അവളാണ് ആകെ കൈയടിക്കുന്നുണ്ടായിരുന്നത്. അവൾ ഷുഹൈബിന് നിധി അവൾ കളിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. സ്വാഭാവികം. ഞാൻ ഭയങ്കര പ്രിട്ടൻഡിങ് ആയിട്ടാണ് വ്ളോഗിൽ സംസാരിക്കുന്നതെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു വ്ളോഗിൽ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ ഫേക്കാവുന്നില്ല. കുറച്ച് സ്റ്റാൻഡേർഡ് വേണമല്ലോ വ്ളോഗ് കാണുമ്പോൾ. 4 ആൾ കാണുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നോക്കാം എങ്ങനെ ഉണ്ടാവും എൻ്റെ ആർട്സ് ഡേ വ്ളോഗെന്ന്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഉറങ്ങിയിട്ട് വന്നിട്ട് താങ്ക് യു പറയണവരുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ആർട്സ് ഡേ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.